ഹായ് ഓൾ, വെൽക്കം ടു HUB. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് എത്രയാണ് നമ്മുടെ SSC CGLൻ്റെ സേഫ് സോൺ എത്രയെന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക, ഒന്ന് അനലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്നൊരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഇതിലൊരു ഡിസ്ക്ലെയിമറായിട്ട് നമ്മൾ പറയാം, ഇത് ഒരിക്കലും ഒരു പ്രൊഡിക്ഷനോ അല്ലെങ്കിൽ ഇത്രയേ വരുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തരുത്. ബട്ട് ഇതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നമുക്ക് SSC പഠിക്കുന്ന ബിഗിനേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു 1-2 വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക്. അല്ലാതെ ഇത്രയേ വരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോണ മാർക്ക് മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി എന്നുള്ളൊരു ബോധത്തിൽ ഇത് കാണരുത്. ബട്ട് നമുക്ക് ഈ ഒരു സേഫ് സ്കോർ പറയാനായിട്ട് നമ്മുടേതായിട്ടുള്ള റീസൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. അത് ജസ്റ്റ് നിങ്ങളുടെ ഈ ഒരു ടേബിൾ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഒരു അനാലിസിലൂടെ ഇത് HUB എന്നല്ല, ഏതൊരു സാധാരണക്കാരനും ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സോ നമുക്ക് വീഡിയോയിലെ കണ്ടന്റിലേക്ക് കടക്കാം. എൻ്റെ ഈ ഒരു ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ 2020 മുതൽ 24 വരെയുള്ള SSC CGL പരീക്ഷയുടെ കട്ട് ഓഫുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ 2020 മുതൽ അതായത് 2024 വരെയുള്ള കട്ട് ഓഫുകൾ 2020 വരെയാണെങ്കിൽ 132.38 ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ് ഈ പറയുന്നത്. 132 അന്നത്തെ കട്ട് ഓഫ്. 2021 വരെയാണെങ്കിൽ 130 അന്നത്തെ കട്ട് ഓഫ്. 2022 114 കട്ട് ഓഫ്. 2023 150 കട്ട് ഓഫ്. അതുപോലെ 2024 അത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 153.189. അപ്പോൾ നമ്മളിത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മുടെ ഈ ഒരു കട്ട് ഓഫിൻ്റെ ജേണി എന്ന് പറയുന്നത്. അതായത് 132 തുടങ്ങി, 2020 132 തുടങ്ങിയിട്ട് 2024 വന്ന് നിൽക്കുമ്പോൾ 153 പോയ ഒരു കട്ട് ഓഫിൻ്റെ ജേണിയാണ് നമ്മൾ ഈ കാണുന്നത്. ജനറൽ കാറ്റഗറി മാത്രമല്ല, നമ്മുടെ EWS ആണെങ്കിലും OBC ആണെങ്കിലും SC ആണെങ്കിലും ST ആണെങ്കിലും എല്ലാവരുടെയും കട്ട് ഓഫിൻ്റെ ജേണി ഇൻക്രീസിങ് ഓർഡറിലാണ്. ബട്ട് ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. 2022 എന്ന് പറയുന്ന ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും അന്ന് കട്ട് ഓഫ് കുറഞ്ഞത്? ഒരു കട്ട് ഓഫ് നിർണ്ണയിക്കുന്ന 2 ഘടകങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ്, 2 എന്ന് പറയുന്നത് എക്സാമിൻ്റെ ടഫ്നെസ്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ ഒരു കട്ട് ഓഫിന് നിർണ്ണയിക്കുന്നത്. ഇതിൽ ഒരു കാര്യം നമുക്ക് എക്സാം നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ ഏകദേശം അറിയാൻ പറ്റും എത്രയാണ് നമ്മുടെ വേക്കൻസി എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ആർക്കും പ്രെഡിക്റ്റ് ചെയ്യുക, എക്സാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എക്സാമിൻ്റെ ടഫ്നെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ വേക്കൻസി, നമ്പർ ഓഫ് വേക്കൻസി വെച്ച് നോക്കുകയാണെങ്കിൽ 2022 ഏകദേശം 36,000 വേക്കൻസികൾ അന്നുണ്ടായിരുന്നു. 36,000-ലധികം വേക്കൻസികൾ 2022 എന്തുകൊണ്ടാണ്? 2020-2021 കൊറോണ ടൈമായിരുന്നു. അതിൻ്റെ വേക്കൻസികളും കൂടെ 2022 വന്നതിന് ശേഷമാണ് 36,000 വേക്കൻസി 2022 വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതേസമയം 2024 നോക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്ന വേക്കൻസീസ് 18,000 സംതിങ് ആയിരുന്നു. 17,000 സംതിങ് ആയിരുന്നു. 18,000 റിവേഴ്സ് ചെയ്തു. 18,000 അധികം വേക്കൻസീസുകളായിരുന്നു 2024 വന്നിട്ടുള്ളത്. അതായത് 2022 അപേക്ഷിച്ച് പകുതി വേക്കൻസി മാത്രമേ 2024 വന്നിട്ടുള്ളൂ. അതാണ് നമ്മുടെ ഈ കട്ട് ഓഫിലുള്ള വ്യത്യാസത്തിനുള്ള മെയിൻ റീസൺ. എന്നിട്ട് പോലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 153 മാർക്കാണ് നമുക്ക് കട്ട് ഓഫായിട്ട് വന്നിട്ടുള്ളത്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ടേബിളിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് വേക്കൻസിയും അതുപോലെ തന്നെ എക്സാമിൻ്റെ ടഫ്നെസ്സും നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ പോലും നമ്പർ ഓഫ് വേക്കൻസീസ് കട്ട് ഓഫിൽ വലിയൊരു ഘടകമായിട്ട് മാറുന്നുണ്ട്. ഈ 2025 എത്രയാണ് സേഫ് സ്കോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒഫീഷ്യലി SSCയുടെ സൈറ്റുകളിൽ ഇത്ര നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് ഈ വർഷം ഉള്ളത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ബട്ട് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയ സോഴ്സുകൾ അനുസരിച്ചിട്ട് നമുക്ക് ഈ വർഷം ഏകദേശം ഒരു 15+ വേക്കൻസീസ് ഇപ്രാവശ്യം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്
പറയുന്നത്. മേ ബി അതിൽ കൂടുതലാവാം, മേ ബി അതിൽ കുറവായിരിക്കാം. എങ്ങനെയായാലും ഇപ്പോൾ 15 എന്നൊരു ബാറ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 15,000 വേക്കൻസീസ് ഉണ്ട് എന്നുള്ളൊരു ബാർ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇപ്രാവശ്യം ഒരു സേഫ് സ്കോർ എന്നുള്ളത് എങ്ങനെ പോയാലും ഒരു 170+ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു സേഫ് സ്കോറായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ഒരു കട്ട് ഓഫിൻ്റെ അനാലിസിസ് വെച്ചിട്ടാണ് ഈ പറയുന്നത്. 170 പുറത്ത് മാർക്ക് നിങ്ങൾ വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സേഫ് സ്കോറായിട്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. ഔട്ട് ഓഫ് 200 മാർക്കിനാണ് നിങ്ങൾ 170 മാർക്ക് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ മേ ബി ഇപ്പോൾ ഡിഗ്രി പാസ് ഔട്ടായ ആൾക്കാർ വരെ ഈ വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടാവും. അപ്പോൾ അവർ തട്ടിയും മുട്ടിയൊക്കെ അല്ലെങ്കിൽ ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സായി പോയ ആൾക്കാർ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആകെപ്പാട് 4 ടോപ്പിക്കുകളെ ഈ ഒരു SSC CGL പഠിക്കേണ്ടതായിട്ടുള്ളൂ. മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ്, GK എല്ലാത്തിനും സെയിം വെയിറ്റേജ് ആണ്. 25 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ്. അങ്ങനെ 100 ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ 2 മാർക്ക് വെച്ച് 200 മാർക്കാണ് നമ്മുടെ ഈ പറഞ്ഞ സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ 200-ൽ ഈ പറഞ്ഞ മാത്സും റീസണിങ്ങും നമുക്ക് പ്രഡിക്റ്റബിളാണ്. അതായത് എന്ത് ചോദിക്കും എന്നുള്ളത് നമുക്ക് മാത്സും റീസണിങ്ങും വ്യക്തമായിട്ടുള്ളൊരു സിലബസ് SSC CGL തന്നിട്ടുണ്ട്. സോ നമുക്കത് പ്രഡിക്റ്റബിളാണ്. നമുക്കത് എന്ത് ചോദിക്കും എന്നുള്ളത് അറിയാം, നിങ്ങളത് പഠിച്ചാൽ മാത്രം മതി. തേർഡ് തിങ്, ഇംഗ്ലീഷിൽ തന്നെ ഗ്രാമർ പോർഷൻ വരുമ്പോൾ അത് നമുക്ക് പ്രഡിക്റ്റബിളാണ്. ഇന്ന ഗ്രാമറെ ചോദിക്കും എന്നുള്ളത് ഇപ്പം വർഷങ്ങളായിട്ട് പ്രീവിയസ് ഇയർ നോക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് വൊക്കാബിൻ്റെ കേസ്. വൊക്കാബിൻ്റെ കാര്യത്തിൽ സാധാരണയായിട്ട് കുട്ടികൾ ചെയ്തു വരുന്നത് നമുക്ക് പ്രീവിയസ് ഇയറൊക്കെ നോക്കിയിട്ട് പോവുക എന്നുള്ളതാണ് സേഫായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ലാതെ പുതുതായിട്ടൊരു വൊക്കാബ് ഇപ്പം ആൻ്റണിമ്, സിനോണിമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേട്ടിട്ടില്ലാത്ത വാക്കുകളാണെങ്കിൽ നമുക്കത് എഴുതാൻ സാധിക്കില്ല. സോ അതിനൊരു പ്രെഡിക്റ്റബിലിറ്റി ഇല്ല. ബട്ട് നമുക്ക് ഇംഗ്ലീഷിനകത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഹിന്ദു പോലുള്ള പത്രങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്, ഇപ്പോൾ ഇതിലൊക്കെ വരുന്ന വാക്കുകൾ നമ്മൾ ഡെയിലി നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ചോദിക്കാറുണ്ട് എന്നുള്ളതാണ് അവരും പറയാറുള്ളത്. സോ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം, പഠിക്കാം. ബട്ട് ഇറ്റ്സ് നോട്ട് പ്രഡിക്റ്റബിൾ. ഇന്നതേ ചോദിക്കാവൂ എന്നുള്ളത് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ വൊക്കാബിൻ്റെ കേസ്. പിന്നെ വരുന്നതാണ് നമ്മുടെ GK സെഷൻസ്. GK സെഷൻസിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ, അതായത് ഈ വീഡിയോയ്ക്ക് മുന്നേ ഉള്ള വീഡിയോയിൽ ഗൂഗിൾ സാറ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് നമുക്ക് ഈ പറഞ്ഞ GKക്കകത്ത് പഠിക്കേണ്ടതായിട്ടുള്ളതെന്നുള്ളത് കൃത്യമായിട്ട് സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാച്ച് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ 25 ക്വസ്റ്റ്യൻസ് ആണ്. അതിനകത്ത് ഇപ്പോൾ 2023-ഉം 2024-ഉം എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ, അല്ല മുൻ വർഷങ്ങളെടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ്, ഇത് രണ്ടുമാണ് നമുക്ക് ഏകദേശം ഒരു 30-40% ചോദിക്കാറുള്ളത്. പിന്നെ നമുക്ക് വരുന്നതാണ് ഈ ഹിസ്റ്ററി, പിന്നെ അതുപോലെ തന്നെ സയൻസ്. ഇപ്പോൾ ഇതിനൊക്കെ വെയിറ്റേജ് കുറച്ച് കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞ ജിയോഗ്രഫിയും പൊളിറ്റിയും പറഞ്ഞ എക്കണോമിക്സിനും ഉപരിയായിട്ട് നമുക്ക് ഹിസ്റ്ററിയും ജിയോഗ്രഫിയൊക്കെ വെയിറ്റേജസ്, ഹിസ്റ്ററിയും സയൻസും ഒക്കെ വെയിറ്റേജ് കൂടിയ സബ്ജക്ട്സാണ്. അതിൽ തന്നെ പ്രത്യേക ഏരിയാസ് ഉണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിയിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ്, പിന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, പ്രിയാമ്പിൾ, അപ്പം ഇങ്ങനെയുള്ള കോർ ഏരിയാസ് SSCക്കുണ്ട്. ആ കോർ ഏരിയസിൽ നിന്നും ആണ് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് SSC സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അതും നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്, നമുക്കത് പഠിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രഡിക്റ്റബിൾ അതുപോലെ തന്നെ അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞ 2 കാറ്റഗറിയിൽ ഈ പറഞ്ഞ നമ്മുടെ മാത്സ് 25 ക്വസ്റ്റ്യൻസ്, റീസണിങ് നമുക്കൊരു 25 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് നമുക്കൊരു 25 ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ GK നമുക്കൊരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
മാത്സിൽ നമുക്കൊരു 23 to 25 മാർക്സ് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. 25 ഔട്ട് ഓഫ് 25 സ്കോർ ചെയ്യാൻ പറ്റും, പ്രഡിക്റ്റബിൾ ആണ്. ബട്ട് എവിടെയെങ്കിലും 2 മാർക്ക് മിസ്സായി പോയാൽ പോലും 23 ക്വസ്റ്റ്യൻസ് നമുക്ക് ഷുവറായിട്ടും കിട്ടുന്ന ഏരിയയാണ് നമ്മുടെ മാത്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റീസണിങ് നോക്കുകയാണെങ്കിൽ ഞാനൊരു 24 പറയും. കാരണം ഈ പറഞ്ഞ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളതിൽ ഏറ്റവും എളുപ്പമാണ് നമ്മുടെ റീസണിങ് പാർട്ട്. 24, 25 നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ബട്ട് 1 മാർക്ക് ഞാൻ അവിടെയും കുറയ്ക്കുന്നു, 24 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും നമുക്കൊരു 20+ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ ഇംഗ്ലീഷ് വളരെ നന്നായിട്ട് സ്കോർ ചെയ്യുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ പക്ഷേ ഇംഗ്ലീഷ് കുറച്ച് വീക്കായിട്ടുള്ള ആൾക്കാർ കണ്ടുവരാറുണ്ട്. അപ്പം ഓൺ ആൻ ആവറേജ് നമുക്കൊരു 20+ നമുക്ക് ഷുവറായിട്ടും അത്യാവശ്യം ഒന്ന് പഠിച്ച് പോകണവന് ഈ പറഞ്ഞ 20+ നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ GK, ഞാൻ ഈ പറഞ്ഞ കോർ ഏരിയാസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി 20+ മാർക്ക് നമുക്ക് GKയിലും ഉറപ്പായിട്ടും വാങ്ങിക്കാൻ പറ്റും. 20+ മാർക്ക് നമുക്ക് GKയിലും വാങ്ങിക്കാൻ ഷുവറായിട്ടും പറ്റും. കാരണം സ്ഥിരമായിട്ട് കാണുന്നത്, സ്ഥിരമായിട്ട് SSC ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് മാത്രം പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 20+ മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. ഇല്ല, നമ്മൾ പഠിക്കാത്ത ഏരിയയിൽ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ പോലും മാക്സിമം ഒരു 5 മാർക്ക് കുറച്ചാൽ പോലും 20 നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എത്ര മാർക്കാണ് നമ്മൾ എഴുതിയിട്ടുണ്ടെന്നുള്ളത്. 23, 24, 20, 20, 7, 2, 4, 6, 8, 87 ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 87 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. സോ 87 × 2, അതായത് 174 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം, ഈസിലി സ്കോർ ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് 153 നമ്മുടെ ഒരു അനാലിസിസ് വെച്ചിട്ട് പറയത് അൾട്ടിമേറ്റ് അല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠിക്കാം. ബട്ട് 170+ ഈസ് എ സേഫ് സ്കോർ, ഷുവറായിട്ടും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത. ഇനി വേക്കൻസി വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പോൾ വേക്കൻസി ഞാൻ ഒരു 15,000 വെച്ചിട്ടൊക്കെയാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്. ബട്ട് നമുക്കൊരു 15 മുകളിലേക്ക്, അതായത് 2022 36,000 വേക്കൻസി എന്നുള്ള ആരും പ്രഡിക്റ്റ് ചെയ്തിട്ട് വന്നതല്ല, SSC ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ 2025 നല്ലൊരു വേക്കൻസി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മേ ബി ഈ പറഞ്ഞ 114 120 ഒക്കെ വേണമെങ്കിലും വരാവുന്നതാണ്. സോ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു അനാലിസിസിൽ 170 ഈസ് എ സേഫ് സ്കോർ ഫോർ 2025 CGL. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്ത ആൾക്കാർ കൃത്യമായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് ഞാൻ പറയും. കാരണം SSC CGL എന്ന് പറഞ്ഞാൽ മിനി സിവിൽ സർവീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഗ്ലാമറസ് ജോബാണ്. ഒരു 75+ സാലറി കിട്ടുന്ന ഒരു നല്ലൊരു പോസ്റ്റാണ് നമ്മുടെ SSC CGL. 75 എന്ന് പറയുന്നത് 1 ലക്ഷത്തിന് മുകളിൽ വരെ കിട്ടുന്ന പോസ്റ്റിലുണ്ട്. ഓൺ ആൻ ആവറേജ് ഒരു 70-75 സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്ന ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റാണ് നമ്മുടെ SSC CGL എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു സമയം പോലും പാഴാക്കാതെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ എക്സിറ്റ് അടിച്ച് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ SSCയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.